XCV90 ആ ഒരു റിയൽ വെയ്റ്റ് റേഞ്ച് അതുപോലെ തന്നെ അതിൻ്റെ ഓൺ റോഡ് പ്രൈസിംഗ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. നമുക്ക് 9 ശേഷം ഈ ഒരു ക്ലീനിങ് ഫെസിലിറ്റി കൂടി മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു 3 മാസീവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇതൊരു ഒറ്റ ഇൻറ്റഗ്രേറ്റഡ് യൂണിറ്റ് ആയിട്ടാണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. ഹേ ഗായ്സ്, അപ്പോൾ പുറകെ കിടക്കുന്ന മുതൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ എവിടെ ഉള്ളത്. യെസ്, നമ്മൾ മഹീന്ദ്ര ഷോറൂമിലാണ്. അത് കളമശ്ശേരിയുള്ള ഓട്ടോമോട്ടീവ് മാനുഫാക്ചേഴ്സ് മഹീന്ദ്രയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം അടുത്തിടെ മഹീന്ദ്ര ലോഞ്ച് ചെയ്ത 2 കിഡിലൻ ഇലക്ട്രിക് SUV-കളാണ് XCV90 അതുപോലെ BE60. ഈ 2 വാഹനങ്ങളും മാർക്കറ്റിൽ അടിപൊളിയായിട്ട് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ XCV90 അതുപോലെ കിടക്കുന്ന BE60 തമ്മിലുള്ള മേജർ ഡിഫറൻസുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിൽ വരുന്ന ബാറ്ററി പാക്ക്, അതുപോലെ ഓൺ റോഡ് പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മൈ നെയിം ഈസ് അബ്ജിത് രാമചന്ദ്രൻ. ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. യെസ്, ഇതാ കിടക്കുന്നു നമ്മൾ മുതൽ. അപ്പോൾ നമ്മളിന്ന് XCV90 സ്പെസിഫിക്കലി XCV90 സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാവും. അപ്പം ഈ ഒരു വാഹനം നമ്മൾ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ BE60 എന്ന വാഹനം വളരെ ട്രെൻഡിങ് ആണ്. അതുപോലെ തന്നെ XCV90 അതുപോലെ തന്നെ ട്രെൻഡിങ് ആണ്. അപ്പം XCV90 BE60 തമ്മിലുള്ള ഡിഫറൻസ്, എസ്പെഷ്യലി അതിൻ്റെ കംഫർട്ട്, കൺവീനിയൻസ്, അതുപോലെ തന്നെ ആസ് എ ഫാമിലി ഇലക്ട്രിക് SUV ഏത് വാഹനമാണ് കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോത്ത് ആർ സൂപ്പർ കാർസ്. മഹീന്ദ്ര എന്നൊരു ഇന്ത്യൻ കമ്പനി ഇത്തരത്തിലുള്ളൊരു ഐറ്റം പുറത്തിറക്കുന്ന സ്വപ്നത്തിൽ പോലും ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള അതുപോലെ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ, അതുപോലെ തന്നെ ബാറ്ററി പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നൽകുന്ന 2 വാഹനങ്ങളാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിലേക്ക് പോകാം. സോ ഈ ഒരു വാഹനത്തിൻ്റെ നമുക്ക് ഏറ്റവും വലുതായിട്ട് കൊടുത്തിരിക്കുന്ന മഹീന്ദ്രയുടെ ഏറ്റവും പുതിയ ഒരു ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ടൈപ്പ് ലോഗോ ആണ്. ഇത് ആക്ച്വലി ഇവർ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോഗോയാണ്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു DRL യൂണിറ്റ്, വളരെ വലിയൊരു DRL യൂണിറ്റാണ് പോയിരിക്കുന്നത്. അപ്പം അത് ആ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു വാമ്പയർ ടീത്തൊക്കെ പോലെ ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് പോയി ആ ഒരു നെക്സ്റ്റ് ഹെഡ്ലാമ്പ് യൂണിറ്റിൻ്റെ എൻഡിലാണ് എൻഡ് ചെയ്തത്. സോ ഇത്രത്തോളം നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ട് ലുക്കിൽ വേറെ മേജറായിട്ടുള്ള ഒരുപാട് ഓവർ ഡിസൈൻ എലമെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. നടക്കുക ആ ഒരു ക്യാമറ യൂണിറ്റ് കാണാം, വളരെ കുഞ്ഞൊരു ക്യാമറ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ ഒരു എയർ ഡാം യൂണിറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഏറ്റവും ബോട്ടം ആ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ വലിയൊരു ഹെഡ്ലാമ്പ് യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ ആ ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഒരു 3 LED ഒരു ഫോഗ് ലാമ്പ് സെറ്റപ്പും കാണാം. സോ ഇത്രയൊക്കെയാണ് ഫ്രണ്ട് ലുക്കിനെ പറ്റി നമുക്ക് ഡിസൈൻ വൈസ് പറയാനുള്ളത്. സൈഡ് പ്രൊഫൈലിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ 2 മാസീവ് ആയിട്ടുള്ള ടയേഴ്സാണ്. 19 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് ആ ഒരു വാഹനത്തിന് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബ്യൂട്ടിഫുള്ളി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അലോയ് വീൽ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇത് ആക്ച്വലി ഒരു EV കൈൻഡ് ഓഫ് ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല. EV പ്ലസ് അതുപോലെ നമ്മളിപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്ന മറ്റു വാഹനങ്ങളുടെ ആ ഒരു അലോയ്സിൻ്റെ ഡിസൈനോടെ മിക്സ് ചെയ്തിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഡിസൈനാണ് മഹീന്ദ്രയോടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻഗ്ലോ എന്നൊരു ബാഡ്ജ്. ഇൻഗ്ലോ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ ഏറ്റവും പുതുതായിട്ട് മഹീന്ദ്ര ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഈ ഒരു സൈഡ് പ്രൊഫൈലേക്ക് വന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു വീൽ ഗാർഡ്. ഇത് ആക്ച്വലി മറ്റു വാഹനങ്ങളിൽ നിങ്ങളൊരു മാറ്റ് ബ്ലാക്ക് കളറിലാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഇത് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് 3 എന്നൊരു ബാഡ്ജിങ് ആണ്, വിച്ച് മീൻസ് ഈ ഒരു വാഹനം ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. അതിനാണ് ആ 3 എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പാക്ക് 1, പാക്ക് 2, പാക്ക് 3 അങ്ങനെ 3 മോഡൽസാണ് വരുന്നത്. അപ്പം 3 മോഡൽസല്ല, പാക്ക് 3യുടെ താഴെ പാക്ക് 3 സെലക്ട് എന്നൊരു മോഡലോടെ ഉണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള പാക്ക് 3 ആണ്. അതുകൊണ്ടാണ് അവിടെ ഒരു 3 എന്നുള്ളൊരു ബാക്ക്, അതുപോലെ തന്നെ ഒരു QR കോഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു റിയർ വ്യൂ മിറർ യൂണിറ്റ് കാണാം. അതിൽ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ ഒരു ക്യാമറ മൊഡ്യൂൾ ഭംഗിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് ആ ഒരു ഷോൾഡർ ലൈനിൽ നിന്ന് കയറിയിരിക്കുന്ന ആ ഒരു അതിൻ്റെ ഡോർ പാഡിൻ്റെ ഒരു ഡിസൈൻ എലമെൻറ്റ് കാണാം. സോ ഞാനത്തെ പറഞ്ഞാൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ്, അതുപോലെ തന്നെ റിയർ ഡോറിൻ്റെ ഒരു ഡോർ ഹാൻഡിൽ വരുന്നത് ഈ ഒരു പൊസിഷനിലാണ്. വളരെ മാസീവായിട്ടുള്ള ഡോർസാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ തോന്നുമ്പം അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് തോന്നും. ഈ വാഹനത്തിൻ്റെ ഡയമെൻഷൻസ്, അതായത് വീൽ ബേസ്, ലെങ്ത്, ഹൈറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡയമെൻഷൻസ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവുന്ന തരത്തിൽ ഞാനൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. സോ ഈ ഒരു വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാം. ആ ഒരു ഫ്രണ്ടിലെ DRLനോട് ഏകദേശം ആ ഒരു സിമിലർ ആയിട്ടുള്ളൊരു റിയർ ടെയിൽ ലാമ്പ് യൂണിറ്റാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ആൻഡ്
ഇതാ ഇവിടെ ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് ഉണ്ട്, ബാക്കി കാര്യങ്ങൾ കാണാം. ഇവിടെ ആ ഒരു 360 ഡിഗ്രി ക്യാമറയുടെ ഒരു റിയർ ക്യാമറ യൂണിറ്റ് നമുക്ക് കാണാം. ആൻഡ് ആ ഒരു വലിയ ലോഗോയും XCV9 എന്നുള്ള ആ ഒരു ബാഡ്ജിങ് നമുക്ക് ഈ ഒരു റിയർ പ്രൊഫൈലിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ബമ്പർ ഉണ്ട്, വളരെ ഗ്രൗണ്ടിൽ നിന്ന് വളരെ ഉയർന്നു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ബമ്പർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ആ ഒരു റിയർ വൈപ്പറിൻ്റെ ആവശ്യകത ഒട്ടും തന്നെ വരുന്നില്ല. കാര്യം ആ ഒരു കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ റിയർ വൈപ്പർ ഫംഗ്ഷനാലിറ്റിയുടെ ആവശ്യം വരുന്നില്ല. അതുപോലെ ഇവിടെ ഒരു ഡീഫോഗർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ദെൻ ആ മേളിൽ നിങ്ങൾക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിനെയും കാണാൻ സാധിക്കും. ഒരു വളരെ വലിയൊരു ആ ഒരു സീ പില്ലറിലേക്ക് നോക്കി, വളരെ തിക്കാണ്, വളരെ വലിയൊരു സീ പില്ലർ, അത് ചിരിഞ്ഞിറങ്ങുന്ന ആ കൂപ്പേ ഡിസൈൻ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ടാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും ബൂട്ടാണിത് ഓപ്പൺ ആവുന്നതെങ്കിലും നമുക്കിതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റി കൂടി, ഇത്രയും നമുക്ക് ഈ ഒരു ബൂട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി മഹീന്ദ്ര ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം മാസീവ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിന് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ രണ്ട് ബൂട്ട് ലാമ്പുകൾ കൊടുത്തത് കൊണ്ട് ഈ ഒരു ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് കവർ ചെയ്യണം, അതുകൊണ്ടായിരിക്കും 2 ബൂട്ട് ലാമ്പുകൾ കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ 120 വാട്ടിൻ്റെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് ഈ ഒരു ബൂട്ടിൻ്റെ മാസീവായിട്ടുള്ള ഒരു സ്റ്റോറേജ്. ആ ഒരു മാസീവായിട്ടുള്ള ബൂട്ട് സ്പേസിന് പുറമെ ഏകദേശം 150 ലിറ്ററോളം കപ്പാസിറ്റി ഉള്ള ഒരു ഫ്രങ്കോടെ മഹീന്ദ്രയുടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 60 കിലോയോളം വരുന്ന സാധനങ്ങൾ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഫിഷ് പോലുള്ള സ്മെല്ലി ആയിട്ട് ഐറ്റംസ് നമുക്ക് ഓഫ് കോഴ്സ് ഉള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫ്രണ്ടിൽ സ്റ്റോർ ചെയ്ത ശേഷം ഇവിടെ വാഷ് ചെയ്തിട്ട് ആ ഒരു വെള്ളം പോകാനുള്ളൊരു വാൽവും കൂടെ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എന്തൊരു ബ്രില്യൻ്റ് ഐഡിയ ആണല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് ഈ ഇൻറ്റീരിയർ കാര്യങ്ങൾ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നോക്കാനുള്ളത്. നമുക്ക് ലെറ്റ്സ് ഗോ ടു ദ ഇൻറ്റീരിയേഴ്സ്. സോ വളരെ മാസീവായിട്ടുള്ള ഡോസാണ്. അതുപോലെ തന്നെ നല്ല വെയിറ്റ്, നല്ല ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഓഫ് കോഴ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻറ്റീരിയർ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തോന്നും ഈ ഒരു വാഹനം ഒരു ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണോ നിർമ്മിച്ചത് എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് തോന്നും. അത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് ഈ ഒരു വാഹനത്തിന് മഹീന്ദ്ര നൽകിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഡോർ നടക്കാം. അപ്പം ആ ഒരു സൈലൻസ് നമുക്ക് ഇതിനുള്ളിൽ ഫീൽ ചെയ്യും. പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ് ഇതിനുള്ളിൽ. അത്രത്തോളം പുറത്തുനിന്ന് ആൾക്കാർ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, ഇവിടെ കസ്റ്റമേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്, അവരെല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു അംശം പോലും നമുക്ക് ഉള്ളിൽ കേൾക്കാൻ സാധിക്കുന്നില്ല. അത്രത്തോളം കവേർഡ് ആണ് അല്ലെങ്കിൽ ഡാംഡ് ആണ് ഈ ഒരു വണ്ടി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ ഇവിടെ ഒരു സീറ്റിൻ്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സാണ്. മെമ്മറി ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡോർ നോബ് കൊടുത്തിരിക്കുന്നു. ദെൻ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഇതിൻ്റെ മിറർ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിറർ കൺട്രോൾസ് ഒക്കെ ഒരു ഡിഫറെൻറ്റ് ഷേപ്പ്. ഈ ഒരു ഷേപ്പൊന്നും നമുക്ക് ഇതുവരെ മഹീന്ദ്രയുടെ മറ്റൊരു വാഹനത്തിലും ഈ ഒരു ഇത്തരത്തിലുള്ള ഡിസൈൻ എലമെൻറ്റ്സ് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഒരു ഡോർ നോബ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ബട്ടൺസ് ഒക്കെ കറക്റ്റ് നമ്മൾ ഇവിടെ കൈ വെക്കുന്ന ആ ഒരു ആക്സസിബിലിറ്റി അല്ലെങ്കിൽ നമുക്കിത് കറക്റ്റ് ഒരു ഡ്രൈവറുടെ ആ ഒരു ശ്രദ്ധ പോവാതെ കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് അവർ ആ ഒരു ബട്ടൺസ് കാര്യങ്ങളെല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇവിടെ ഒരു സ്പീക്കർ കാണാം. താഴെയും നമുക്ക് ആ ഒരു സ്പീക്കർ കാര്യങ്ങളെല്ലാം കാണാം. സ്പീക്കർ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ബോട്ടിൽ ഹോൾഡേഴ്സും ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഇവിടെ കാണാൻ സാധിക്കും. ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കി എന്തോരം ഫംഗ്ഷൻസ് ആണ് സ്റ്റിയറിംഗ് വീലിൽ മൗണ്ട് ചെയ്തേക്കുന്നുണ്ടോ. ഇവിടെ നമുക്ക് ആ ഒരു ഇല്യൂമിനേറ്റഡ് ലോഗോ കാണാം. ആ ഒരു നമ്മുടെ ആ ഒരു ഇൻഫിനിറ്റി ലോഗോ, പുതിയ മഹീന്ദ്ര EV വാഹനങ്ങളുടെ ലോഗോ ആയിട്ടുള്ള ഇൻഫിനിറ്റി ലോഗോ കാണാം. അതുപോലെ തന്നെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൻ്റെ പ്ലസ് ആൻഡ് മൈനസ് ഷിഫ്റ്റേഴ്സ് കാണാം അവിടെ. അതുപോലെ തന്നെ അഡാസിൻ്റെ കൺട്രോൾസ്, മീഡിയ കൺട്രോൾസ് തുടങ്ങി എല്ലാ കൺട്രോൾസും നമുക്ക് ഡ്രൈവർക്ക് വേറൊരു രീതിക്കും ശ്രദ്ധ പോകാത്ത തരത്തിൽ സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർ ബൂസ്റ്റ് ഫംഗ്ഷനാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന് സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫുള്ളി ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ നമ്മൾ സ്പോർട്സ് കാർസിലൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ എന്നാണ് മഹീന്ദ്ര പറയുന്നത്.
ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആ ഒരു ശ്രദ്ധ പോകുന്നത് ഈ ഒരു 3 മാസീവായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇതൊരു ഒറ്റ ഇൻറ്റഗ്രേറ്റഡ് യൂണിറ്റ് ആയിട്ടാണ് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഡ്രൈവർക്ക് വേണ്ടിയിട്ട് ആ ഒരു സെൻട്രൽ നമുക്കൊരു MID ഡിസ്പ്ലേ കാണാം. അതുപോലെ തന്നെ സെൻട്രൽ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ കാണാം. അതുപോലെ തന്നെ കോ പാസഞ്ചേഴ്സിന് ആക്ച്വലി മ്യൂസിക് കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു സെപ്പറേറ്റ് സ്ക്രീനും കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻറ്റഗ്രേറ്റഡ് യൂണിറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആക്ച്വലി സ്നാപ്ഡ്രാഗണിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്പ് സെറ്റ് ഇവരിതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു 3 സ്ക്രീനിലൂടെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡേറ്റ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ ഒരു ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഓൾ എന്നൊരു ഇതിൽ വെഹിക്കിൾ ആപ്സിൽ ഇത്രത്തോളം ആപ്ലിക്കേഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് AC കൺട്രോൾസ്, ഫാൻ കൺട്രോൾസ്, സീറ്റ് വെന്റിലേഷൻ്റെ കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാണ്ട്. ആൻഡ് പറയാൻ മറന്നുപോയ കാര്യം, ഈ രണ്ട് സീറ്റുകളും കംപ്ലീറ്റ്ലി വെന്റിലേറ്റഡ് ആണ്. ഇനി ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഫീച്ചേഴ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആൻഡ് ഇവിടെ നമുക്ക് ഫേവറേറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ, ഇതിൽ ഫോൺ, അതുപോലെ തന്നെ അലക്സ കണക്ടിവിറ്റി, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങി എന്താ ഇല്ലാത്ത ഇതിലെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയാണ്. അത്രത്തോളം ഫീച്ചേഴ്സ് റിച്ച് ആണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീൻ. ആൻഡ് നമ്മളിതിൽ അഡാസ് ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സെക്യൂരിറ്റി സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ മഹീന്ദ്ര അതിനെ വിളിക്കുന്നത് മായ എന്നാണ്. അതായത് അഡാസിൻ്റെ ഫീച്ചേഴ്സും മഹീന്ദ്രയുടെ ഇൻ്റലിജൻസും കോർത്തിണക്കിക്കൊണ്ട് ഒരു പുതിയൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം മഹീന്ദ്ര ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ അവർ MAIA, അതിൻ്റെ ഒരു അവരതിനെ മൊത്തത്തിൽ വിളിക്കുന്നത് മായ എന്നുള്ള രീതിക്കാണ്. അപ്പം ആ ഒരു മായയാണ് ഇതിലെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് അഡാസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അതായത് ലൈൻ ബസ്, അതൊന്നും ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അഡാസിൽ ലഭ്യമാകുന്ന എല്ലാത്തരം സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇതിലുണ്ട്. അതുപോലെ തന്നെ മായ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് എക്സ്ട്രാ സേഫ്റ്റി ഫീച്ചേഴ്സും കൂടെ ഈ ഒരു വാഹനത്തിന് മഹീന്ദ്ര ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ ഈ ഒരു വാഹനത്തെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. കാര്യം 16 സ്പീക്കറിൻ്റെ ഒരു മാസീവായിട്ടുള്ള ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിന് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. അതും ഹാർമൻ കാർഡൻ്റെ ആ ഒരു മ്യൂസിക് സിസ്റ്റം, ആ ഒരു മെയിൻ ചാനൽ ഇവിടെ കാണാം. ആൻഡ് സബ് വൂഫർ ഉണ്ട്. അതുപോലെ തന്നെ സ്പീക്കേഴ്സ് നമുക്ക് ഡോർസിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു വാഹനത്തിൻ്റെ സെൻട്രൽ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു ഓപ്പൺ ചെയ്ത് വെക്കുന്നൊരു സ്പേസ് കാണാം, അത് പറയാം. അതുപോലെ തന്നെ ഒരു AC വെൻറ്റ് കാണാം. ദെൻ ഇവിടെ ഒരു കൺട്രോൾസ്, അതായത് 360 ഡിഗ്രി ക്യാമറ, ഹസാർഡ് ലാമ്പ്, അങ്ങനെയുള്ള കൺട്രോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിൽ നമുക്ക് ചാർജിങ് യൂണിറ്റ്സ് കാണാം. ആൻഡ് ഇവിടെ ഒരു ഫാസ്റ്റ് ചാർജർ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഒരു വയർലെസ് ചാർജർ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആൻഡ് ഇതാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ യൂണിറ്റ്. ആ ഒരു പ്രാക്ടിക്കലി റോട്ടറി സ്വിച്ചസ് ഒന്നും നൽകാതെ പെട്ടെന്ന് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്മിഷൻ പാർക്കിൽ നിന്ന് നമുക്ക് ഡ്രൈവിലേക്ക് അല്ലെങ്കിൽ ന്യൂട്രലിലേക്ക് റിവേഴ്സിലേക്കൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ഇല്ലൂമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓട്ടോ പാർക്കിംഗ്, അതായത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് റോട്ടറി സ്വിച്ചസ്, ഈ ഒരു റോട്ടറി സ്വിച്ച് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിൻ്റെ മോഡ് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് നല്ല റേഞ്ച് കിട്ടുന്ന, അതുപോലെ 3-4 മോഡ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നോട്ട് ചെയ്തേക്കാം. ആൻഡ് ഇവിടെ നമുക്കൊരു 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ക്ലിപ്പ് ഉണ്ട്. ആ ക്ലിപ്പ് പ്രസ് ചെയ്തിട്ട് പൊക്കി കഴിഞ്ഞാൽ അവിടെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ കീ. ഇതിൽ നമുക്ക് ഒരുപാട് കൺട്രോൾസ് ഈ ഒരു കീ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ലോക്ക്, അൺലോക്ക്, അതുപോലെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ. അതുപോലെ തന്നെ ഈ ഒരു വാഹനം ഓട്ടോ പാർക്കിംഗ് ഇനേബിൾ ആണ്. അതായത് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയകളാണെങ്കിൽ നിങ്ങളത് സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാഹനം തന്നെ ഓട്ടോ പാർക്ക് ചെയ്തോളും. ആ ഒരു ഫീച്ചർ ഈ ഒരു വാഹനത്തിലും മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. ആൻഡ് സീറ്റുകളെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള, നല്ല തൈ സപ്പോർട്ടുള്ള, നല്ല ബോൾസ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റ്സാണ് ഈ ഒരു വാഹനത്തിന് ഡ്രൈവർ സീറ്റും അതുപോലെ കോ ഡ്രൈവർ സീറ്റും മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. ഇതാണ് സീറ്റിൻ്റെ ഡിസൈൻ. ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് ഡ്രൈവർ ഐഡൻറ്റിറ്റി എന്നാണ് മഹീന്ദ്ര ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സിംപ്ലി ഈ ഒരു സാധനം നമ്മുടെ ഡ്രൈവറിൻ്റെ ആ ഒരു ഫേസ് അനലൈസ് ചെയ്യുകയും ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഡ്രൈവർ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ ഡ്രൈവർ ക്ഷീണിതനാണ്, അങ്ങനെയുള്ള സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മായ വഴി ഇതൊരു സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്ത് ഡ്രൈവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക, നമുക്ക് ആ ഒരു വാർണിങ്സ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റാറ്റിക് മോണിറ്ററാണ് ഈ കൊടുത്തിരിക്കുന്ന ആ ഒരു സെൻസർ, ആ ഒരു ക്യാമറ. ആൻഡ് നമുക്ക് ആ ഒരു
IRVM കാണാം. അതുപോലെ തന്നെ മാസീവ് ആയിട്ടുള്ളൊരു റൂഫ്, ഈ റൂഫ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ റൂഫും ആക്ച്വലി ഇല്ലൂമിനേറ്റഡ് ആണ്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ആ ഒരു ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് നമുക്ക് പറയാനുള്ളത്. ആൻഡ് ഇനി നമുക്ക് അതിൻ്റെ ഒരു റിയർ സീറ്റ് കംഫർട്ട്, അവിടുത്തെ സ്പേസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. സോ ലെറ്റ്സ് ഗോ ടു ദ റിയർ സീറ്റ്. ഈ ഒരു വാഹനം ഇതിൻ്റെ കോമ്പറ്റീറ്റീവ്സിനെ മൊത്തത്തിൽ അടിച്ചിടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വാഹനം കയറി സ്കോർ ചെയ്യുന്നത് ഈ ഒരു റിയർ സീറ്റ് കംഫർട്ടിലാണെന്ന് പറയാം. കാര്യം ഒരു ഇലക്ട്രിക് വാഹനം എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു സെയിം സെഗ്മെൻറ്റിലുള്ള പല ഇലക്ട്രിക് വാഹനങ്ങളും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മിസ് ചെയ്യുന്നൊരു മേജർ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തൈ സപ്പോർട്ടാണ്. ഈ ഒരു തൈ സപ്പോർട്ട് പല വാഹനങ്ങളിലും മിസ്സാവാനുള്ള കാരണം അതിൻ്റെ ഫ്ലോർ കുറച്ച് ഉയർന്നായിരിക്കും ഇരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിന് അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. ഭംഗിയായിട്ട് ഈ ഒരു സീറ്റ് ഞാൻ മാക്സിമം പുറകോട്ടാണ് ഇറക്കിയിട്ടിരിക്കുന്നത്. എനിക്ക് ഇത്ര ലെഗ് സ്പേസ് ഉണ്ട്. ആ ഒരു സീറ്റ് അത്യാവശ്യം ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം കുറച്ച് കയറ്റിയിട്ടുള്ള അത്യാവശ്യം ആ ഒരു നോർമലി നമുക്ക് ഇരിക്കാനുള്ള ആ ഒരു സ്പേസ് കണ്ടിരിക്കുന്നത്. എന്നിട്ടും അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു റിയർ AC വെന്റ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ തൈ സപ്പോർട്ടിനെ പറ്റിയാണ്. അപ്പം അത്രത്തോളം തൈ സപ്പോർട്ട് കൊടുക്കുന്ന വളരെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റ്സ് ആണ് മഹീന്ദ്ര ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യാനുസരണം പുറകിലേക്ക് ഒന്ന് ചെരിച്ചിടാനൊക്കെ സൗകര്യം ഉള്ള തരത്തിലുള്ള സീറ്റാണ് ഈ ഒരു വാഹനത്തിന് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. കണ്ടോ. ആൻഡ് ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ ഒരു വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്നൊരു കപ്പ് ഹോൾഡേഴ്സ് കാണാം. ആൻഡ് ഈ ഒരു വേറൊരു ഇൻ്റലിജൻ്റ് അല്ലെങ്കിൽ ഒരു ക്ലെവർ ഐഡിയ കണ്ടത്, ഈ ഒരു AC വെൻറ്റിൽ ചാർജിങ് യൂണിറ്റ്സ് കൊടുക്കാതെ പകരം അവർ വളരെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ആക്സസിബിലിറ്റി കിട്ടുന്ന തരത്തിൽ ആ ഒരു സീറ്റിൻ്റെ പുറകുവശത്ത് ക്രമീകരിച്ചു എന്നുള്ളതാണ്. ആ ഒരു കൊടുത്തിരിക്കുന്ന ചാർജറിലും ഉണ്ട് ഒരു ഇൻ്റലിജൻസ്. അതിൽ 65 വാട്ടിൻ്റെ ഒരു ചാർജറാണ് ഈ ഒരു വാഹനത്തിന് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. സോ നമുക്കിപ്പം നിലവിൽ അവൈലബിൾ ആയിരിക്കുന്ന ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പൊക്കെ ആയിക്കോട്ടെ, ആ ഒരു ഹൈ പവർ ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്നായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പല വാഹനങ്ങളിലും ചാർജിങ് യൂണിറ്റ്സുകൾ ഉണ്ടെങ്കിൽ പോലും ഇത്രത്തോളം ഹൈ പവർ ഔട്ട്പുട്ടുള്ള ചാർജിങ് യൂണിറ്റുകൾ കാണാറില്ല. പക്ഷേ മഹീന്ദ്ര രണ്ട് സീറ്റിലും ആ ഒരു 65 വാട്ടിൻ്റെ പവർ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു സീറ്റ് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലിവർ പുഷ് ചെയ്യുന്ന വഴി, റീപുൾ ചെയ്യുന്ന വഴി നമുക്ക് ആ ഒരു സീറ്റ് ഇവിടെ ഇരുന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. സോ നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് അറിയാനുള്ളത്. എന്താണ് XUV90ക്ക് B6 എന്നുള്ള ഒരു വ്യത്യാസം, അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി പാക്സ്, ഇതിൻ്റെ ഓണർ പ്രൈസ് കാര്യങ്ങളെല്ലാം. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചറിയാം. ഇന്ന് XUV90യുടെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാനായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ഈ ഷേസിൽ ബ്രോയാണ്. ബ്രോ, വെൽക്കം ടു ചാനൽ. സോ നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഈ ഒരു B6 അതുപോലെ തന്നെ XUV90 തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്തൊക്കെയാണ്? ഡിഫറൻസസ് എന്ന് പറയാനായിട്ട് ഒരേ പ്ലാറ്റ്ഫോമിൽ വരുന്ന രണ്ട് വെഹിക്കിളാണ്. രണ്ടും രണ്ട് സെഗ്മെന്റ് ആയിട്ട് ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് വെക്കുന്നു മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് നമുക്കിപ്പോൾ B6 പറയണമെന്നുണ്ടെങ്കിൽ ഒരു പെർഫോമൻസ്, ഒരു ഡ്രൈവ് ചെയ്യാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു ഡിസൈൻ, ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു കോമ്പാക്ട് മോഡൽ, ഒരു 4.5 മീറ്റേഴ്സിൽ വരുന്ന കോമ്പാക്ട് മോഡൽ ഡിസൈനാണ് നമുക്ക് B6 വരുമ്പോൾ. XUV90 വരുമ്പോൾ നമുക്ക് വരുന്നത് ഒരു XUV കാറ്റഗറിയിൽ തന്നെ വരുന്ന 4.7 മീറ്റേഴ്സ് ലെങ്ത് കാര്യങ്ങൾ വരുന്ന ഒരു ഷോഫർ ഡ്രിവൻ ഒരു ഫാമിലി പ്രീമിയം ലക്ഷറി കാർ എന്നുള്ള സെഗ്മെന്റിലാണ് നമുക്ക് XUV90 വരുന്നത്. നമുക്ക് ബാറ്ററി പാക്ക് വരുന്നത് രണ്ടും സെയിം തന്നെയാണ്. നമുക്ക് 79 കിലോവാട്ടിന്റെ ബാറ്ററി പാക്കും വരുന്നുണ്ട്, 59 കിലോവാട്ടിന്റെ ബാറ്ററി പാക്കും വരുന്നുണ്ട്. നമുക്ക് ഈ XUV90യിൽ എത്ര വേരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പവർ ഫിഗേഴ്സ്, അതുപോലെ തന്നെ സേഫ്റ്റി വൈസ് ഈ ഒരു XUV90 എന്ന വാഹനം എത്രത്തോളം അഡ്വാൻസ്ഡ് ആണെന്ന് ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് രണ്ട് വെഹിക്കിൾസിന് ഇപ്പോൾ XUV90 വരുമ്പോൾ 4 വേരിയൻസ് ആണ് വരുന്നത്. B6 വരുമ്പോൾ 5 വേരിയൻസ് ആണ് വരുന്നത്. നമുക്ക് B6 തന്നെ ഇപ്പോൾ സെക്കൻഡ് വേരിയന്റ് മുതൽ, അതായത് പാക്ക് 2 എന്ന വേരിയന്റിൽ 79 കിലോവാട്ടും കൂടി ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. XUV90ലും അതുപോലെ തന്നെ പാക്ക് 2ൽ 79 കിലോവാട്ട് ഉണ്ട്. അപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ 5 വേരിയൻസ് തന്നെ നമുക്ക് പറയാം. ടെക്നിക്കലി നമുക്ക് B6 പറയണമെന്നുണ്ടെങ്കിൽ 6 വേരിയൻസ് പറയാം. നമുക്കിതിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത്, മോട്ടോർ പവർ എന്ന് പറയുന്നത് 210 കിലോവാട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടോർക്ക് വരുന്നത് 380 ആണ്, 380 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. BHP മെഷർമെന്റ് പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 280 BHP ആണ് നമ്മൾ രണ്ട് വെഹിക്കിൾസും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പവർ വൈസ് രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. 0 to 100 പവർ ടു വെയിറ്റ് റേഷ്യോയിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. B6 വരുമ്പോൾ 6.7 സെക്കൻഡ്സിൽ 0 to 100 വരുമ്പോൾ XUV90 വരുമ്പോൾ 6.8 സെക്കൻഡ്സിൽ 0 to 100 നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സേഫ്റ്റിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് എൻഡിൽ വരുമ്പോൾ 7 എയർ ബാഗ്സ് ആണ്. അഡീഷണൽ 9 എയർ ബാഗും കൂടെ നമുക്ക് ഈ വെഹിക്കിളിൽ രണ്ടിനും നമുക്ക് അവൈലബിൾ ആയിട്ട് വരും.
ബ്രോ ഇപ്പോൾ ഈ XUV90 ആ ഒരു റിയൽ വെയ്റ്റ് റേഞ്ച് അതുപോലെ തന്നെ അതിൻ്റെ ഓൺ റോഡ് പ്രൈസിംഗ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യാം. നമുക്ക് 9 സ്റ്റാർട്ട് ചെയ്യുന്നത് പാക്ക് 1 എന്ന് പറഞ്ഞ വേരിയന്റിലാണ്. ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 26 lakhs സ്റ്റാർട്ട് ചെയ്യുന്നത്. B6 വരുമ്പോൾ സെയിം പാക്ക് 1 എന്ന് പറഞ്ഞ വേരിയന്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 22 lakhs ആണ് ഓൺ റോഡ് വരുന്നത്. നമുക്ക് ടോപ്പ് എൻഡ്സ് ഇതിന്റെ രണ്ട് വെഹിക്കിൾസും വരുമ്പോൾ XUV90 വരുമ്പോൾ 36 lakhs ആണ് ഓൺ റോഡ്. B6 വരുമ്പോൾ 32 lakhs ആണ് ഓൺ റോഡ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത് പാക്ക് 2 79 ലോങ് റേഞ്ച് വേരിയന്റ് ആണ് നമുക്കിപ്പോൾ നിലവിൽ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത്. അതിന് പ്രൈസിങ് വരുമ്പോൾ XUV90 വരുമ്പോൾ 31,70,000 ആണ് അറൗണ്ട് വരുന്നത്. നമുക്ക് B6 വരുമ്പോൾ നമുക്ക് 28,30,000 ആണ് നമുക്ക് ഓൺ റോഡ് പാക്ക് 2 79 ലോങ് റേഞ്ച് വെഹിക്കിളിന് വരുന്നത്. നമുക്ക് കാര്യങ്ങൾ നമുക്ക് വരുമ്പോൾ മിഡ് റേഞ്ച് കാറ്റഗറിയിൽ അത് 59 കിലോവാട്ടിന്റെ ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ വേൾഡ് റേഞ്ച് പറയുന്നത് 400+ ആണ്. നമുക്ക് ലോങ് റേഞ്ച് 79 കിലോവാട്ട് ബാറ്ററി പാക്കാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 500+ ആണ് നമുക്ക് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഒരു ബാറ്ററിക്ക് മഹീന്ദ്ര കൊടുക്കുന്ന വാറണ്ടി അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സേഫ്റ്റി ഡീറ്റെയിൽസ് കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ലൈഫ് ടൈം വാറണ്ടി ആണ് വരുന്നത്. വിത്ത് അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ആണ് മഹീന്ദ്ര നമുക്ക് ക്ലെയിം ചെയ്യുന്നത്. നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് ആണ് നമുക്ക് ഭാരത് എൻക്യാമ്പ് വരുന്നത്. നമുക്ക് 7 എയർ ബാഗ്സ് ആണ് ടോപ്പ് ആണ് നമുക്ക് അവൈലബിൾ ആവുക. അതായത് അഡീഷണൽ ഒരു എയർ ബാഗ് കൂടെ നമുക്ക് വെഹിക്കിൾസ് രണ്ടിലും അവൈലബിൾ ആയിരിക്കും. സോ ഒരുപാട് ഫീച്ചർ ലോഡഡ് ആയിട്ടാണ് ഒരു XUV90 കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത്. അപ്പം ഇതിൽ ലോഡ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സിന്റെ കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമുക്ക് രണ്ട് വെഹിക്കിൾസിനും കുറേയധികം ഹീറോ ഫീച്ചേഴ്സുകൾ വരുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടും നമുക്ക് പെട്ടെന്നൊരു എടുത്ത് പറയാൻ പറ്റുന്നൊരു ഫീച്ചറാണ് നമുക്ക് ഇതിൽ ഹർമൻ കാർഡന്റെ 16 സ്പീക്കർ സിസ്റ്റമാണ്. അതായത് 1400 വാട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറുള്ള മ്യൂസിക് സിസ്റ്റമാണ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് മഹീന്ദ്ര. അതുകൂടാതെ വിഷൻ എക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഓഗ്മെന്റഡ് റിയാലിറ്റി പ്രസന്റ് ചെയ്യുന്ന ഒരു HUD ഡിസ്പ്ലേയും കൂടെ നമുക്ക് ഈ വെഹിക്കിളിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെന്റിലാണ് നമുക്കൊരു ട്രിപ്പിൾ സ്ക്രീൻ ഇന്റീരിയേഴ്സ് നമുക്ക് കൊടുക്കുന്നത്. അതായത് ഓൺ ദ വീലിൽ തന്നെ പാസഞ്ചറിനും നമുക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റ് പർപ്പസ് അല്ലെങ്കിൽ യൂട്യൂബ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കാണാനോ ഫിലിംസ് കാണാനോ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ഫസ്റ്റ് കാറിലാണ് നമുക്ക് ഒരു ട്രിപ്പിൾ സ്ക്രീൻ ഫീച്ചർ നമുക്ക് കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് പിന്നെ വരുന്ന ഒരു അട്രാക്റ്റീവ് ഫീച്ചറാണ് ലെവൽ 2+ ADAS വരുന്നത്. അതായത് ലെവൽ 2 ADAS വരുമ്പോൾ ഒരു 1 റഡാർ 1 വിഷൻ ക്യാമറ ഒന്നിച്ചിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ വെഹിക്കിൾ വരുമ്പോൾ 5 റഡാറും ഒരു 1 വിഷൻ ക്യാമറയും കൂടെ ചേർന്നിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് വരുന്നത്. നമുക്ക് കുറച്ചും കൂടെ സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിൽ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യണം. ഇതിന്റെ തന്നെ ബെനിഫിറ്റ് ആണ് നമുക്ക് ഓട്ടോ പാർക്കിംഗ് ഫെസിലിറ്റിയും കൂടെ നമുക്ക് ഈ വെഹിക്കിൾ അവൈലബിൾ ആണ്. അത് 3 ലെവൽസിലും അല്ലെങ്കിൽ 3 രീതിയിലും നമുക്ക് ഈ ഓട്ടോ പാർക്കിംഗ് യൂസ് ചെയ്യാം. വിത്ത് വെർച്വൽ പാർക്കിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ പാർക്കിംഗ് വിത്ത് കീ ഫോബും വരുന്നുണ്ട്. പാർക്കിംഗ് വിത്ത് മൊബൈലും നമുക്ക് വരുന്നുണ്ട്. ഇതുകൂടാതെ നമുക്ക് 4 ഡ്രൈവ് മോഡ്സ് ആണ് നമുക്ക് വെഹിക്കിൾ വരിക. നമുക്ക് ഡിഫോൾട്ട് എന്ന് പറഞ്ഞൊരു ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. നമുക്ക് റേഞ്ച് എന്ന് പറഞ്ഞൊരു ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. എവറിഡേ ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. റേസ് എന്ന് പറഞ്ഞ ഡ്രൈവ് മോഡ് വരുന്നുണ്ട്. ഡിഫോൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് മോഡിലായിരിക്കും എപ്പോഴും. നമ്മൾ ഇപ്പോൾ ഹൈ ടോക്ക് അല്ലെങ്കിൽ ഹൈ പവർ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേസ് മോഡായിരിക്കും. കുറച്ചും കൂടി റേഞ്ച് ഫോക്കസ് ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞ മോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമുക്ക് അകത്തൊരു ക്യാമറയും കൂടി വരുന്നുണ്ട്. ഓൾ ടൈം നമുക്ക് ഡ്രൈവറിന്റെ റെക്കോർഡിംഗ് ആയിരിക്കും. ഡ്രൈവറുടെ ഫാറ്റിഗ്നെസ് അതേപോലെ ഡ്രൗസിനെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ അലേർട്ട് സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യും. ഒരു സ്റ്റിയറിംഗ് വൈബ്രേഷൻ കൊടുത്ത് ഒരു സേഫ്റ്റി ഫീച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെയും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫീച്ചർ നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വേറൊരു ഡ്രൈവർ ഉണ്ടെന്ന് വേറൊരു കാർ നമുക്ക് വണ്ടിയിലേക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കീ ഫോബ് യൂസ് ചെയ്ത് തന്നെ വണ്ടി നമുക്ക് പാർക്ക് ഔട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ആ ഫീച്ചർ ജസ്റ്റ് ഒന്ന് ഡെമോ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ടൈറ്റ് സ്പേസിൽ നിന്ന് നമുക്ക് വണ്ടി കീ ഫോബ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് വണ്ടി പുറത്തേക്ക് എടുക്കാൻ പറ്റും.
യു ഗൈസ് എൻജോയ് ദ വീഡിയോ. അപ്പം ഈ ഒരു മഹീന്ദ്ര XUV90 പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എൻക്വയറി അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പ്ലാനുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ, അത് ഓട്ടോമോട്ടീവ് മാനുഫാക്ചേഴ്സ് മഹീന്ദ്ര കളമശ്ശേരി ആ ഒരു ഷോറൂമിൻ്റെ നമ്പറാണ്. നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഇതല്ലെങ്കിൽ മറ്റേത് വാഹനം മഹീന്ദ്രയുടെ മറ്റേതെങ്കിലും വാഹനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം വീഡിയോയെ പറ്റിയും ഈ ഒരു വാഹനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.